സാറേ, സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. സന്ദീപ് വാര്യർ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസും നമ്മളെ ഞെട്ടിച്ചു. CPM-ൽ പോകും എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. അല്ലെങ്കിൽ BJP-യിൽ തന്നെ സന്ദീപ് വാര്യർ തുടരും എന്ന് ധരിച്ചവരുമുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക്, സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നു. ഇനി ഖദർ ധരിച്ച സന്ദീപ് വാര്യരെ കാണാം. ചർക്കയിൽ നൂൽ നോൽക്കും സന്ദീപ് വാര്യറിൻ്റെ കാലഘട്ടവും ഒരു 20-30 വർഷം മുമ്പുള്ള കാലഘട്ടവും തമ്മിലാണ് ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്. 30 വർഷം അല്ല 40 വർഷം മുമ്പ്, ഒരു 70s 80s, അതായത് ആഗോളവൽക്കരണമൊക്കെ മുമ്പ് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അന്ന് കുറച്ചുകൂടെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ്. താനൊരു പാർട്ടിയിൽ വിശ്വസിച്ചാൽ ഇപ്പം ഞാൻ സന്ദീപ് വാര്യർ പോയ കാര്യം, ഇപ്പോൾ സരിൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ കോൺഗ്രസിലേക്ക് പോയത്, CPM-ലേക്ക് പോയത്. അതിൻ്റെ ന്യായം പറഞ്ഞ എന്താണ്? സീറ്റ് കിട്ടിയില്ല. സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ അതുവരെ ജനാധിപത്യം ഉണ്ട്, സീറ്റ് കിട്ടാതിരിക്കുമ്പോൾ ജനാധിപത്യം ഇല്ല. ഇപ്പം സന്ദീപ് വാര്യരുടെയും സ്റ്റേജിൽ അദ്ദേഹം അറിയിക്കുന്ന സീറ്റ് കൊടുത്തില്ല. ഏതോ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിക്കുന്ന സീറ്റ് കൊടുത്തില്ല. അത് സീറ്റ് തന്നെയാണ് വിഷയം. താഴെ ഇരുത്തിയിട്ട് അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറയുന്ന ആളാണ് ഇപ്പം പോവുകയാണ്. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞ 10-30-40 വർഷം മുമ്പ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാൾ ചേർന്നത് ആശയപരമാണ്. ആ ആശയത്തോട് താല്പര്യം വരുന്നു, തൻ്റെ ജീവിതം ആശയത്തോട് കൊടുക്കുന്നു. അവിടെ സ്ഥാനമാനങ്ങളൊന്നും നോക്കാറില്ല, അവിടെ സ്പേസ് നോക്കാറില്ല, അത് സംസ്ഥാന പ്രസിഡൻ്റാവോ സെക്രട്ടറിയാവോ ഒന്നും നോക്കാറില്ല. ഇപ്പോൾ CPM-ൽ EMS ഉണ്ടായിരുന്ന കാലത്ത് സഹാവ് എന്നാണ് വിളിക്കുന്നത് EMS-നെ. ഇപ്പം അങ്ങനെയൊന്നും വിളിയൊന്നും നടക്കില്ല. ഇപ്പോൾ സാറേ സാർ മേഡമൊക്കെ ഉള്ളൂ, സഹാവൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. വളരെ പ്രയാസമാണ് സഹാവ് എന്നൊക്കെ വിളിച്ചാൽ ഉൾക്കൊള്ളാനും. പല കൂട്ടത്തിലും വിളിക്കത്തുമില്ല, താഴെയുള്ളവരും മുകളിലുള്ളവരെ വിളിക്കത്തുമില്ല, വിളിച്ചാൽ അങ്ങോട്ട് ഉൾക്കൊള്ളത്തുമില്ല. ചേട്ടാ അണ്ണാന്നാ ചേച്ചി എന്നൊക്കെ ചിലപ്പോൾ വിളിക്കുമായിരിക്കും. അപ്പോൾ ഈ ഹൈറാർക്കൽ പ്രശ്നം വിട്ടുകൊണ്ടുള്ള ഒരു ആദർശാധിഷ്ഠിത രാഷ്ട്രീയമായിരുന്നു പഴയ കാലത്ത്. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ അപ്പോൾ പ്രത്യേകിച്ച് ഈ BJP-യിലൊക്കെ ചേരുന്നവർ ഒരു സനാതന ധർമ്മം വേണമെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നവരാണെന്നും ഇന്ത്യൻ സംസ്കാരം അങ്ങനെ പറഞ്ഞു പോകുന്നവരാണ് ഈ BJP-യിൽ കൂടുതൽ പോകുന്നത്. RSS, BJP അങ്ങനെ സംഘപരിവാർ സംഘടന. കോൺഗ്രസ്സിൽ വേറെ കുറച്ച് പേരും വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വേണമെന്നുള്ളവർ ആ ഒരു തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇങ്ങനെയൊക്കെയാണല്ലോ ഇതിൻ്റെ ഒരു ഘടന. പിന്നെ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ഇങ്ങനെയാണ് പാർട്ടികൾ പോകുന്നത്. പക്ഷേ നമ്മൾ രാവിലെ നോക്കുമ്പം തലേ ദിവസം വരെ നിന്ന പ്രസ്ഥാനം മനോഹരം, തനിക്കൊരു സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ നിന്ന പ്രസ്ഥാനം വളരെ മോശം. അപ്പോൾ ഈ ചാടുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? കസേര മോഹികളാണ് ഇവർ. കസേര മോഹിച്ച് ചാടരുത്. ഇനി ചാടാൻ നിൽക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ചാടാം. അവഗണന വന്നു, ചാടി സംഭവിച്ചു. ഇപ്പോൾ ശരീരൻ്റെ തന്നെ 8 വർഷം 10 വർഷമേ ആയിട്ടുള്ളൂ. പുള്ളി രാഷ്ട്രീയത്തിൽ വന്നിട്ട് 10 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇവിടെ 75-ാമത്തെ VS മുഖ്യമന്ത്രി ആയത് ഏത് പ്രായത്തിലാണ്? 78 കഴിഞ്ഞു. അത് ഓരോ പാർട്ടിയിലെടുത്തുള്ളൂ, കോൺഗ്രസിലും ഒക്കെ എടുത്തുള്ളൂ. എല്ലാവരും ഇങ്ങനെ വരുന്നതിന് മുമ്പേ ചാടി വീണ് അപ്പുറത്തോട്ടാവില്ല. ഏത് പാർട്ടിയിലായാലും പ്രയാസമാണ്. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു വലിയ മണ്ഡലമാണല്ലോ. പക്ഷേ 8 വർഷത്തിനകത്ത് സീറ്റ് കിട്ടിയില്ല, അദ്ദേഹം ചാടി. ഇവിടെ യഥാർത്ഥത്തിൽ സന്ദീപ് ചാടി എന്താണെന്നറിയാമോ? എൻ്റെ ഒരു ഒബ്സർവേഷൻ, കൃഷ്ണകുമാർ ജയിച്ചെന്ന് വിചാരിക്കുക. സന്ദീപ് ആദ്യം പറഞ്ഞ ഡിമാൻഡ് എന്താണ്? കൃഷ്ണകുമാർ മത്സരിക്കട്ടെ, സുരേന്ദ്രേട്ടൻ മത്സരിക്കട്ടെ. എൻ്റെ വാക്കല്ല, സുരേന്ദ്രേട്ടൻ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കൃഷ്ണകുമാർ മത്സരിക്കണ്ട, അല്ലെങ്കിൽ ശോഭ ചേച്ചി മത്സരിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? കൃഷ്ണകുമാർ മത്സരിക്കണ്ട. സന്ദീപ് വാര്യർക്ക് അറിയാം, കൃഷ്ണകുമാർ ഇപ്പോൾ ജയിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആര് ജയിക്കും? 1.5 വർഷം കഴിയുമ്പം പൊതു തെരഞ്ഞെടുപ്പ് വരില്ലേ? കൃഷ്ണകുമാർ അവിടെ ജയിച്ചാൽ ഇനി സന്ദീപ് വാര്യരുടെ പൊളിറ്റിക്കൽ കരിയർ അവിടെ തീർന്നു, ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുമായിരിക്കും. അപ്പോഴാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ ഒരു കാര്യം മനസ്സിലാക്കുന്നു. കൃഷ്ണകുമാർ മനസ്സിലാക്കിയ രാഷ്ട്രീയം എന്താണ്? ഇപ്പോൾ സ്റ്റേജിലൊക്കെ കയറ്റി സന്ദീപ് വാര്യരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിർത്തിയാൽ കൃഷ്ണകുമാർ തോറ്റുപോയാൽ അടുത്ത സീറ്റ് ആർക്ക്? കൃഷ്ണകുമാറിന് 1.5 വർഷം കഴിഞ്ഞ് കൊടുക്കില്ലല്ലോ, ഇപ്പോൾ പല പ്രാവശ്യം ആയില്ലേ. ആർക്ക് കൊടുക്കും? സന്ദീപിന് കൊടുക്കും. അപ്പോൾ കൃഷ്ണകുമാറിനെ വെട്ടാൻ സന്ദീപും, സന്ദീപിനെ വെട്ടാൻ കൃഷ്ണകുമാറും. ഇത് മനസ്സിലായില്ല ആർക്ക്? BJP-ക്ക് ഇത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ പാർട്ടികൾക്ക്, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഇത് മനസ്സിലാവുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഞാൻ പറയുന്നത്, പഴയ കാലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വന്നാൽ രാഷ്ട്രീയ വിദ്യാഭ്യാസമുണ്ട്, ക്യാമ്പുകളിൽ പങ്കെടുക്കണം, ക്ലാസ്സുകളിൽ പങ്കെടുക്കണം, ഒരു ഹൈറാർക്കി ഉണ്ട് കയറി വരുന്നതിനൊക്കെ. മണ്ഡലം കമ്മിറ്റി പ്രവർത്തിച്ച്, ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ച് അങ്ങനെ വരാൻ പറ്റും. അല്ലെങ്കിൽ
പിന്നെ യൂത്ത് കോൺഗ്രസിലൂടെ അങ്ങനെയൊക്കെ ഇടതുപക്ഷത്തിലെല്ലാം അങ്ങനെ തന്നെ. ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിച്ച് വരണം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിൽ നിന്ന് പ്രവർത്തിച്ച് വരണം, അല്ലെങ്കിൽ SFI അങ്ങനെ വരാൻ പറ്റുള്ളൂ. അല്ല ഒരു എത്ര സുന്ദരൻ വന്നാൽ അയാൾ സ്വതന്ത്രനായിട്ടൊക്കെ നിർത്തും. സ്വതന്ത്രനായിട്ട് പലരെ പരിഗണിക്കും, നിർത്തും, മന്ത്രിയൊക്കെ ആക്കും, അത് വേറെ കഥ. അത് കഴിയുമ്പോൾ അവരെ കളയും. പക്ഷേ പാർട്ടിയിൽ പൊസിഷൻ കൊടുക്കുന്നത് ഒരു ഇരുത്തം വന്ന ആളുകൾക്കാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലം വന്നപ്പോൾ, ചാനൽ ചർച്ചയുടെയൊക്കെ കാലം വന്നപ്പോൾ വളരെ പെട്ടെന്ന് ഒരാളിന് എന്താവാം, നേതാവാകാം. കാരണം ഫെമിലിയർ ആകുന്നത്. ഇപ്പം കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സീനിയർ നേതാക്കൾ, സുരേഷ് ഗോപി പോലുള്ള സീനിയർ കുറേ നേതാക്കളുണ്ടല്ലോ, അവരെ നമുക്കറിയാം. കുമ്മനം രാജശേഖരൻ സെക്കൻഡ് ലെവലിൽ ഒരുപാട് നേതാക്കളുണ്ട്. അവരെക്കാൾ ആരെ അറിയാം ആളുകൾക്ക്? സന്ദീപ് വാര്യർ അറിയാം. അതെ, ഞാൻ പറഞ്ഞ ടോപ്പ് ലെവലിലുള്ള ആളുകളെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെവലിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സന്ദീപ് വാര്യർക്ക് വിസിബിലിറ്റി ഉണ്ട് കേരളത്തിൽ. ആ വിസിബിലിറ്റി വരുന്നത് എന്തുകൊണ്ടാണ്? ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ പ്രയോജനപ്പെടുത്തുന്നു, ചാനലുകൾ അവർ പ്രൊജക്റ്റ് ചെയ്യുന്നു. ചില ചാനലുകളിൽ ചിലപ്പോൾ ചെറിയ ടൈപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ സ്ഥിരം വിളിക്കും. ഇങ്ങനെ പിന്നെ കുറച്ചൊരു പ്രസൻറ്റബിൾ കഴിവുണ്ടെങ്കിൽ വീണ്ടും ചാൻസായി. ഇങ്ങനെ ഒരു പ്രോഡക്റ്റാണ് ഇവർ പലപ്പോഴും. അത് റിയൽ പൊളിറ്റിക്സിൻ്റെ പ്രോഡക്റ്റ് അല്ല. ഞാൻ എൻ്റെ കൂട്ടത്തിലൊരു ചോദ്യം ചോദിക്കട്ടെ. സന്ദീപ് വാര്യർക്ക് ഒരു പക്ഷേ തോന്നിക്കാണോ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയിൽ നിന്ന് പുറത്താക്കും, എന്നാൽ പിന്നെ പുറത്താക്കുന്നതിന് മുമ്പ് മറ്റൊരു പാർട്ടിയിലേക്ക് പോകണം, CPM വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കാരണം CPMനെ ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ള ഒരാളാണ്, വിമർശിച്ചിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ. മാത്രമല്ല എളുപ്പമല്ല സീറ്റ് കിട്ടലൊന്നും അത്ര എളുപ്പമല്ല, കോൺഗ്രസ് പോലെ എളുപ്പമല്ല അല്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമോ? പക്ഷേ കുറവുണ്ടായിരുന്നു സന്ദീപ് വാര്യർക്ക്. സന്ദീപ് വാര്യർ എന്ത് ചെയ്യണമായിരുന്നു? സന്ദീപ് വാര്യർ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു, വീട്ടിൽ പോയി. പിന്നെ അദ്ദേഹം പ്രസ് കോൺഫറൻസ് നടത്തണ്ട. അതെ, അദ്ദേഹം അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനമാണെങ്കിൽ പ്രസ് കോൺഫറൻസ് നടത്തൂ. അതെ, 10 പ്രാവശ്യം പുറത്താക്കാനുള്ള നടപടികൾ പുള്ളി ചെയ്തില്ലേ? പത്രസമ്മേളനം നടത്തുക, ഫേസ്ബുക്കിൽ എഴുതുക, ഒളിയമ്പ് എഴുതുക, അതെ, വാക്കുകൾ കൊണ്ട് വരികൾ. അദ്ദേഹത്തിന് അറിയാമല്ലോ അങ്ങനെ പ്രതികരിച്ചാൽ പാർട്ടി പുറത്താക്കും. അങ്ങനെ ആക്കട്ടെ. അങ്ങനെ ആവുന്നത് നല്ലതാണോ? അങ്ങനെ പുറത്തായി അപ്പുറത്ത് സ്ഥാനം വാങ്ങിച്ചാൽ ഇപ്പം തൽക്കാലം അവർ വാങ്ങിച്ചു, അവരെടുത്തു, വലിയ സന്തോഷത്തിലെടുത്തു. അവർക്കും ഒരു കണ്ണ് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കാണും. ഇത് കാണുന്നേ. കാര്യം എന്താണ്? പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഐഡിയോളജി പരമായി പോണ്ടേ, കുറച്ചുകൂടി അച്ചടക്കത്തിലേക്ക് പോണ്ടേ. എന്നെപ്പോലുള്ളവരെ പേടി എന്താണെന്നറിയാവോ? ഇത് ആരും തമ്മിൽ ഇപ്പം പണ്ട് പറയുമായിരുന്നു, ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ്, മൂല്യാധിഷ്ഠിതമാണ്. പിന്നെ അവർ തേഞ്ഞ് അവർ തൊഴിലാളി വർഗ പാർട്ടി, അവരും മുതലാളി വർഗ പാർട്ടി, അല്ലെ മുതലാളിത്ത പാർട്ടി എന്ന് നമ്മൾ പറയുന്നവരും തമ്മിൽ എന്തായി? ഒരു ഗ്യാപ്പ് ഇല്ലാതായി, ഒരു വ്യത്യാസമില്ല. പണ്ട് എന്ത് തന്നെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരൻ ഒന്നിൽ വോട്ട് ചെയ്യാൻ പോകില്ല. പോയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ, അരിവാൾ കണ്ടാൽ അതിലേ ഇടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പോകില്ല. ഇപ്പം BJPക്കും വോട്ട് കൊടുക്കും. അതെ, BJPക്കാരനും തിരിച്ചു ചെയ്യും. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാരണവശാലും BJPക്കാർ കൊടുക്കില്ലല്ലോ. ഇപ്പം സംഘവികാറുകാർ പോലും വോട്ട് ചെയ്യും. വോട്ട് ചെയ്യും, രഹസ്യമായിട്ട് വോട്ട് ചെയ്യും. അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പലരെയും തോപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അന്തർധാര അത് ഇതെന്നൊക്കെ പറഞ്ഞ് ക്രോസ് വോട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട്. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ മൂല്യങ്ങൾ മുഴുവൻ നശിച്ചു. അധികാരമോഹത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയും കൊച്ചു ഈഗോയുടെയും കോംപ്ലക്സിൻ്റേതായി മാറി. അപ്പം പിന്നെ അവർ വലിയൊരു സോഷ്യലിസ്റ്റ് സമൂഹം ഉണ്ടാക്കുമെന്ന് പറയുന്ന ഇടതുപക്ഷവും, സനാതനധർമ്മത്തിലൂന്നിയ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കുമെന്ന് പറയുന്ന സന്ദീപ് വാര്യർമാരും എന്ത് അമർഷമാണ് നേടിയെന്ന് പറയുന്നത്? 10,000-കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ രക്തവും ചോരയും ചിന്തുന്നതാണ് ഓരോ പ്രസ്ഥാനവും. സന്ദീപ് വാര്യർ ഫ്രണ്ടിൽ നിന്നല്ലേ ഉള്ളൂ. ഞാൻ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ വ്യക്തികളോട് ഞാൻ കണ്ടിട്ട് പോലുമില്ല, അദ്ദേഹത്തെ നേരിട്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പം ഞാനൊരു പ്രതീകമായിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ സന്ദീപ് വാര്യർ എൻ്റെ ആരുമല്ല. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സാധാരണ പ്രവർത്തകരുടെ രക്തവും ചോരയും നീരുമാണ് കുറച്ച് നേതാക്കളെ സൃഷ്ടിക്കുന്നത്. അതെ, ആ നേതാക്കൾ ആദർശപരമായും ആശയപരമായും നമ്മളെ നയിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അവരോടൊക്കെ എന്താ പറയാനുള്ളത്? സരിന്, സന്ദീപ് വാര്യർക്കും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആരായാലും എക്സോല പോകുന്നവർക്ക് എന്താ പറയാനുള്ളത്? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒന്നും പറയാനില്ല. ഇവർക്ക് എന്താണ് നഷ്ടപ്പെട്ടെന്നാണ്? സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണോ? അതോ പിന്നെ വേദിയിൽ സീറ്റ് കൊടുത്തില്ല എന്നുള്ളതാണോ? രണ്ടായാലും സീറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഏതാണ് സീറ്റ്? അപ്പോൾ വേദിയിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യണം? ചെറുപ്പക്കാരനല്ലേ, വലിയ വളരെ ഓ രാജഗോപാലിനെ പോലെ സാറിനെ പോലെയൊക്കെ അല്ല, അതെ, അത്രയും പ്രായമുള്ള ഒരാളൊന്നും ഈഗോ ഒക്കെ വന്ന് പോകാനാണ്. അദ്ദേഹം ഒരു ഈഗോ ഇല്ലാത്ത അതേ കുമ്മനം രാജശേഖരൻ, അങ്ങനെ വലിയ നേതാക്കളുണ്ടല്ലോ, അവരുടെ ലെവലിലൊന്നും ആയില്ലല്ലോ. അപ്പം ഇയാൾ പയ്യനല്ലേ, ചെറുപ്പക്കാരനല്ലേ. അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ അടുത്ത് പറയാം, മറ്റേ ചേട്ടാ എന്നെ കൂടെ ഞാനും കൂടെ സ്റ്റേജിരിക്കും കേട്ടോ. ഏത്
യോഗം തുടങ്ങുമ്പോൾ ഞാൻ ഇരിക്കും കേട്ടോ, എനിക്കിവിടെ കസേര ഇട്ടേണം കേട്ടോ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പാർട്ടിക്കകത്തില്ലേ? ഇല്ലേ? അപ്പോൾ സന്ദീപ് ഇരിക്കേണ്ടത് താഴെ ഇരിയെന്ന് പറയുമോ? ഇത് താഴെ ഇരിക്കുകയാണ്. കാരണം ഞാൻ പ്രായത്തിൽ കവിഞ്ഞ് എന്തായി? നേതാവായി. ഞാനാണ് ഇവിടെ പരിഗണിക്കേണ്ട നേതാവായിരുന്നത്. കൃഷ്ണകുമാറിനെ കഷ്ടകാലത്തിന് പരിഗണിച്ചതാണ്. ഞാനാണ് ഇവിടുത്തെ യഥാർത്ഥ MLA ആവേണ്ടത് എന്നുള്ള ചിന്ത സന്ദീപ് വാര്യർമാരിൽ, ഞാൻ സന്ദീപ് വാര്യരിൽ എന്ന് പറയുന്നില്ല, സന്ദീപ് വാര്യർമാരിൽ കയറിയാൽ അത് കാലത്തിന് നല്ലതല്ല, സമൂഹത്തിന് ഒട്ടും നല്ലതല്ല, പാർട്ടികൾക്കും നല്ലതല്ല, ഏത് പാർട്ടിയായാലും. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അതുകൊണ്ട് എടുത്തവരെ നമ്മൾ കുറ്റം പറയേണ്ട, പോയവരെ അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്താൽ, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ, പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കുറച്ച് പൊളിറ്റിക്സ് പഠിച്ചിട്ടുണ്ട് ഈ ഔദ്യോഗിക കോഴ്സിൻ്റെ ഭാഗമായി. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻ്റായിട്ട് ഞാൻ പറഞ്ഞാൽ, സന്ദീപ് വാര്യർമാരും സരിന്മാരുമായിട്ടുള്ളവർ, പുതിയ ചെറുപ്പക്കാർ, ഈ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെയും അങ്ങനെയുള്ള ത്യാഗങ്ങളും, വല്ലപ്പോഴൊക്കെ ജയിലിൽ 4 ദിവസം 3 ദിവസമൊക്കെ പോയി കാണും, അല്ലാതെ വലിയ ത്യാഗമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരുന്ന പൗഡർ കുട്ടപ്പന്മാരെന്നൊക്കെ നമ്മൾ പറയും, കളിയാക്കി പറയും. പൗഡർ എടുത്തതുകൊണ്ടല്ല, അങ്ങനെ കളിയാക്കി പറയും. പൗഡർ കുട്ടപ്പന്മാരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ സ്ഥാനമോഹികളായി അലഞ്ഞു പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ആദർശാധിഷ്ഠിതമായവും ഐഡിയോളജിപരമായിട്ടുള്ള രാഷ്ട്രീയവും നിലപാടുകളുമാണ്. ഇന്നലെ വരെ മോശം, കൊള്ളാം, നിന്നിടം നല്ലത്, അവിടെ ഒരു സീറ്റ് ഇവിടെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലത്, സീറ്റ് കിട്ടാതിരുന്നപ്പോൾ ഇത് ആറു പിന്തിരിപ്പൻ. ഇനി അപ്പുറത്ത് ചെന്നപ്പോൾ അവിടെയും സീറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലത്, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കിട്ടിയാൽ അത് ആറു പിന്തിരിപ്പൻ. ഇങ്ങനെ പോകുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിന് പോഷണമല്ല. അതുകൊണ്ട് സന്ദീപ് വാര്യർ പോയതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റില്ല. പക്ഷേ സന്ദീപ് വാര്യർമാർ, സരിന്മാർ, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവർ, ഇനി ആരെങ്കിലും BJP ചേർന്നാലും ഞാൻ പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്നവർ ഒന്നുകൂടി സമൂഹത്തോട് നോക്കുമ്പോൾ സ്വന്തം നെഞ്ചിലോട്ട് കൂടി ഒരു വിരൽ ചൂണ്ടി നോക്കുക. എൻ്റെ ഈ നിലപാടുകൾ ശരിയാണോ? ഞാൻ വിശ്വസിച്ച സമൂഹം, ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനം എനിക്ക് ചിലപ്പോൾ തിരിച്ചടികൾ തന്നിരിക്കും. അപ്പോഴും ഞാൻ പോകുന്നതാണോ ശരി, നിൽക്കുന്നതാണോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.